ഗ്രേഡ് വ്യത്യാസമില്ലാതെ മുഴുവൻ സ്ഥാപനങ്ങളും ഒമാനികളെ ജോലിക്ക് നിയോഗിക്കണമെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് രേഖകൾ പുതുക്കി നൽകുന്നത് നിർത്തിവെക്കും. മന്ത്രാലയവുമായി പിന്നീട് ഇടപാടുകൾക്ക് അനുമതിയുണ്ടാവില്ല. സ്വദേശിയുടെ ഉടമസ്ഥതയിൽ പ്രവാസികൾ നടത്തുന്ന ചെറുകിട സ്ഥാപനങ്ങളെയാണ് ഇത് ബാധിക്കുക. ഉടമയായ സ്പോൺസർക്ക് 5% ലാഭവിഹിതം നൽകി നടത്തിപ്പുകാരായ പ്രവാസികൾ 95% ലാഭവും കൈപ്പറ്റുന്ന രീതി പ്രോത്സാഹിപ്പിക്കാനാവില്ല. സ്ഥാപനം പ്രവാസികളെ നടത്താനേൽപ്പിച്ച് ഒമാനി ഉടമ മറ്റു ജോലികൾ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് ഒരുതരം ഒളിച്ചുകളിയാണെന്ന് തൊഴിൽ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ അൽ ബക്കരി പറഞ്ഞു. ഓരോ 3 വർഷവും സ്ഥാപനങ്ങളിൽ മന്ത്രാലയം പരിശോധന നടത്തി ആവശ്യമില്ലെന്ന് തോന്നുന്ന പ്രവാസികളെ ഒഴിവാക്കുന്ന സംവിധാനവും മന്ത്രാലയം പരിഗണിക്കുന്നുണ്ട്. എന്നാൽ 350 റിയാൽ കുറഞ്ഞ വേതനത്തിൽ സ്വദേശികളെ നിയമിച്ച് നാമമാത്രമായ വരുമാനമുണ്ടാക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് സ്വദേശികളും ചൂണ്ടിക്കാട്ടുന്നു. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്.